സഹയാത്രി. പൗരോഹിത്യസ്വത്വവും ദൗത്യവും അടിസ്ഥാനമാക്കി 100 ധ്യാന ചിന്തകൾ. അവതരണം ഫാദർ ഹെൻറി പട്ടരുമഠത്തിൽ എസ്.ജെ. നിത്യജീവന് ഒരുക്കുന്നവൻ. അവനിൽ വിശ്വസിക്കുന്ന ഏത് വ്യക്തിയും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. യോഹന്നാൻ 3:16. പുരോഹിതൻ തൻ്റെ സഹയാത്രികരെ നിത്യജീവിതത്തിന് ഒരുക്കുന്നവനാണ്. അവൻ ജീവിതത്തിൻ്റെ അർത്ഥത്തെക്കുറിച്ചും അതിൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തെക്കുറിച്ചും അവരെ ബോധ്യപ്പെടുത്തുന്നു. ദൈവം ലോകത്തിന് നൽകിയ ശ്രേഷ്ഠ ദാനമായ യേശുവിൽ വിശ്വസിച്ചുകൊണ്ടും അവിടുത്തെ പാത പിന്തുടർന്നുകൊണ്ടും നിത്യജീവൻ പ്രാപിക്കുന്നതിന് പുരോഹിതൻ തൻ്റെ സഹയാത്രികളെ ഒരുക്കുന്നു. ഈ ജീവിതം ജനന മരണങ്ങൾക്കിടയിലുള്ള ഒരു എപ്പിസോഡല്ല. അത് ദൈവത്തിൽ നിന്നാരംഭിച്ച് ദൈവത്തോടുകൂടെ ആയിരുന്ന് അവസാനം ദൈവത്തിലേക്ക് ചെന്നു ചേരുന്ന ഒരു യാത്രയാണ് എന്ന അവൻ്റെ വിശ്വാസബോധ്യം അവൻ അവരോട് പങ്കുവയ്ക്കുന്നു. ഈ ബോധ്യം സ്നേഹത്തോടും സന്തോഷത്തോടും കൂടെ ഇന്ന് ജീവിക്കാനും പ്രതീക്ഷയോടെ നാളെയെ കാത്തിരിക്കാനും അവരെ സഹായിക്കുന്നു. ഇന്നത്തെ ഈ ജീവിതവും ഇവിടത്തെ നേട്ട നഷ്ടങ്ങളുമെല്ലാം കടന്നു പോകുന്നതാണെന്നും ദൈവസന്നിധിയിലുള്ള ജീവിതം മാത്രമാണ് അനശ്വരമെന്നും പുരോഹിതൻ വിശ്വസിക്കുകയും ആ വിശ്വാസം തൻ്റെ ജീവിതശൈലിയിലൂടെയും ഇടപെടലുകളിലൂടെയും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുന്നു. അനശ്വരമായതിനു വേണ്ടി ആഗ്രഹിക്കുകയും കാത്തിരിക്കുകയും ചെയ്യുന്നവർക്ക് നശ്വരമായവ നഷ്ടപ്പെടുകയോ അവയ്ക്കെന്തെങ്കിലും കോട്ടം സംഭവിക്കുകയോ ചെയ്യുമ്പോൾ നൈരാശ്യമുണ്ടാകുന്നില്ല. അപ്രകാരം മനുഷ്യ ജീവിത യാഥാർത്ഥ്യങ്ങളായ രോഗം, വാർദ്ധക്യം, മരണം ഇവയൊക്കെ പക്വബോധത്തോടെ സ്വീകരിക്കാൻ അവർക്ക് കഴിയുന്നു. ഇവയൊന്നും ജീവിതത്തിൻ്റെ അന്തമല്ല, ജീവിതയാത്രയുടെ ഒരു ഘട്ടം മാത്രമാണെന്ന ബോധം അവർക്ക് ഏറെ ആശ്വാസമാകുന്നു. അതേസമയം ഇവിടെ ഇപ്പോഴുള്ള ജീവിതം എല്ലാവരുമായി സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും കഴിയാനുള്ളതാണെന്ന ബോധ്യവും അതവർക്ക് നൽകുന്നു. നിത്യജീവിതത്തെക്കുറിച്ച് പ്രതീക്ഷ പകരുന്ന പുരോഹിതൻ യഥാർത്ഥത്തിൽ തൻ്റെ സഹയാത്രികർക്ക് ഈ ഭൂമിയിൽ തങ്ങളുടെ ജീവിതം അർത്ഥപൂർണമായി ജീവിക്കാനുള്ള പ്രതീക്ഷയാണ് പകർന്നു നൽകുന്നത്. ജീവിതത്തിൻ്റെ മധ്യാഹ്നത്തിൽ എത്തുമ്പോഴേ അവരിൽ പലർക്കും ജീവിതത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ മങ്ങിത്തുടങ്ങും. മനസ്സ് ചെല്ലാൻ ആഗ്രഹിക്കുന്നിടത്ത് ശരീരത്തിന് എത്തിപ്പെടാൻ പറ്റുന്നില്ല. വളരെ നന്നായി ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളിൽ പോലും തെറ്റുകൾ സംഭവിക്കുന്നു. പ്രിയപ്പെട്ടവർ പലരും ഈ ലോകത്തിൽ നിന്ന് വിടവാങ്ങിക്കഴിഞ്ഞു. വാർദ്ധക്യത്തിൻ്റെ അസ്വസ്ഥതകളിൽപ്പെട്ട് ഉലയുമ്പോൾ ഇനിയൊന്നും പ്രതീക്ഷിക്കാനില്ല എന്നൊരു ചിന്ത. ഇത്തരം അവസ്ഥ അവരെ ഒരുതരം
വിഷാദാവസ്ഥയിലേക്ക് നയിച്ചേക്കാം. എന്നാൽ തങ്ങൾ ജീവിച്ചു കടന്നുപോയി എന്ന് കരുതിയ സമയം ജീവിതയാത്രയുടെ ഒരു ചെറിയ ശകലം മാത്രമാണെന്നും അനശ്വരമായ ഒരു ജീവിതം തങ്ങളെ കാത്തിരിക്കുന്നു എന്നുമുള്ള തിരിച്ചറിവ് ജീവിതത്തിന് നവോന്മേഷം നൽകുന്നു. ഒന്നും തീർന്നിട്ടില്ല, ആരംഭിച്ചിട്ടേയുള്ളൂ എന്നറിയുമ്പോൾ ശിഷ്ടജീവിതം എത്രയും അർത്ഥപൂർണമായി ജീവിക്കാനുള്ള തീവ്രമായ ആഗ്രഹം അവരിൽ നിറയുന്നു. അതോടെ അവരുടെ തുടർ യാത്ര ഉത്സാഹപൂർണവും പ്രതീക്ഷാ നിർഭരവുമാകുന്നു. ധ്യാനം. സ്വസ്ഥമായിരുന്ന് എനിക്ക് ജീവിതത്തെയും നിത്യജീവിതത്തെയും കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ മനസ്സിലോർക്കുക. എപ്രകാരമാണ് എൻ്റെ സഹയാത്രികർക്ക് ഞാൻ പ്രതീക്ഷ പകർന്നു കൊടുക്കുന്നത്? ഞങ്ങളൊന്നു ചേർന്ന് ദൈവസന്നിധിയിലായിരിക്കുന്ന സാഹചര്യം ഭാവനയിൽ കാണുക. ആ ദിവ്യമായ ലക്ഷ്യം മനസ്സിൽ കണ്ട് സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ നിരന്തരം യാത്ര ചെയ്യാനുള്ള അനുഗ്രഹം യാചിക്കുക.